എങ്ങോട്ടായിരുന്നടാ മക്കുള്ളി എത്രയാണ് ട്രിപ്പിന് വാങ്ങിക്കുന്നത്? 300-350 ഒക്കെ വാങ്ങിക്കും. ആളും തരം ഉള്ള കീച്ചല്ലേ? അതല്ല, വഴിയുടെ ഒരു അവസ്ഥ ഇതാണ്. അതല്ലേ, കഞ്ഞിക്കുഴി ഉണ്ടാകുന്നതിന് മുമ്പ് അവിടെ ആൾ താമസം RCPയുടെ കാലത്ത് അലോട്ട്മെന്റ്. ഇതേതൊക്കെ ഈ സ്ഥലം? എടാ ഇതേ മക്കുള്ളി എന്ന് പറയും, മക്കുവള്ളി. അതായത് നമ്മുടെ ഇടുക്കി ജില്ലയിലെ കഞ്ഞിക്കുഴി പഞ്ചായത്തിലുള്ള ഒരു സ്ഥലമാണ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? അതായത് കാടിനാൽ ചുറ്റപ്പെട്ട ഒരു ഗ്രാമപ്രദേശത്തേക്ക് പോകുന്ന ഒരു വഴിയാണ്. ഇതിന് ഒരു 2 കിലോമീറ്റർ അപ്പുറത്തേക്ക് ചെല്ലുമ്പോൾ ജനവാസ കേന്ദ്രമാണ്. അത് ഒരു കൃഷി സ്ഥലമൊക്കെ ആയിട്ട് കുറച്ച് ആളുകൾ താമസിക്കുന്നു. ഇപ്പൊ അവര് ഒന്നും വേണ്ട, ഇവിടെ ആളുകൾ താമസിക്കുന്ന സ്ഥലമാണല്ലോ. അപ്പൊ കടന്നു വരുന്നതിന് പ്രശ്നമൊന്നുമില്ല. ഇതൊരു പബ്ലിക് റോഡായിട്ടാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ സ്ഥലത്തിന്റെ പ്രത്യേകത, ഈ കടന്നു വരുന്ന വഴി എന്ന് പറഞ്ഞാല് അതൊരു വല്ലാത്ത വഴിയാണ്. പട്ടിണി വന്നപ്പോ അന്ന് നെൽകൃഷി ചെയ്യാൻ വേണ്ടിട്ട് പട്ടിണി മാറ്റാൻ വേണ്ടിട്ട് അവിടെ അലോട്ട് കൊടുത്തു. ദൂരം എത്ര ഉണ്ടാ പഴയ ഇത്? 5 കിലോമീറ്റർ. ഇവിടെയാണോ ആനയുടെ? കഞ്ഞിക്കുഴി ടൗണിൽ വരെ പോയി. അതെല്ലേ, ചായക്കടക്കുള്ള വിഭവങ്ങളൊക്കെ മേടിച്ചു. ചായക്കടയ്ക്ക് ചായക്കട അവിടെ കടയുണ്ട്. ഇപ്പൊ തുറക്കല്ലേ? ഇപ്പൊ ഇല്ല, 3 മണിയാകുമ്പോ തുറക്കും. രാവിലെ വൈകിട്ടുക. അപ്പൊ വൈകിട്ടത്തെ ചായ കുടിക്കാം ഇന്ന് വന്നാല് ചായ കുടിക്കാം. അല്ല, ഇപ്പൊ ഇവിടം വരെ വന്നേയുള്ളൂ. അതേ ഉള്ളൂ. ഇറങ്ങി പോവാ. അപ്പോൾ ഇതൊക്കെയാണ് മക്കുള്ളിലെ വിശേഷങ്ങൾ. ആളുകളെ കണ്ടില്ലേ, നല്ല സ്നേഹമുള്ള ആളുകൾ. അപ്പോൾ മക്കുള്ളി നല്ല സുന്ദരമായിരിക്കല്ലേ. അപ്പോൾ ആരെങ്കിലും മക്കുള്ളി കാണാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തൊടുപുഴ മൂവാറ്റുപുഴ ഭാഗത്തുനിന്ന് വരുന്നവരെ നമ്മുടെ വണ്ണപ്പുറം വന്ന് പടിയേരിക്കണ്ടം മക്കുള്ളിക്ക് കയറുക. കട്ടപ്പന അടിമാലി ഭാഗത്തുനിന്ന് വരുന്നവരാണെങ്കിൽ ചേലച്ചോട്, കഞ്ഞിക്കുഴി, പടിയേരിക്കണ്ടം, മക്കുള്ളി അങ്ങനെ പോകാവുന്നതാണ്. എക്സ്പീരിയൻസ് ചെയ്യാൻ കൊള്ളാവുന്ന ഒരു സ്ഥലമാണ്. വീഡിയോ ഒന്ന് ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യണം കേട്ടോ. പിന്നെ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. ബായ്.